ഹലോ മലയാളിയുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമ്പുരാൻ. എമ്പുരാനെ ഒത്തിരി പറയാനുണ്ട്. മലയാള സിനിമയിൽ ഇതുപോലൊരു മേക്കിംഗ് ഉള്ള സിനിമ വന്നിട്ടില്ല. അതെ അതെ അല്ലേ? അതെ. ഇതേവരെ ഇങ്ങനെ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു മൂവിയും മലയാളത്തിൽ വന്നിട്ടില്ല. അത്ര കിടിലമായിട്ട് എല്ലാ സീൻസും പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്. മീൻ ലൂസിഫറിൽ നോക്കുവാണെങ്കിൽ കേരളത്തിൽ തന്നെ ആയിരുന്നെങ്കിലും ഇത് ഖുറൈഷി അബ്രാമിനെ കൂടുതൽ നമ്മൾ അറിയാനായിട്ട് പോയി. അന്ന് വേറെ 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 സ്ഥലങ്ങളിലേക്കും വലിയൊരു സ്പേസിലേക്ക് നമ്മുടെ ആ ക്യാൻവാസ് അങ്ങ് വലുതാവുകയാണ്. അത് ഓരോ ടെറൈനിൽ ഓരോ രീതിയിൽ ആ ഷൂട്ടിംഗ് ഒക്കെ ക്യാപ്ചർ ചെയ്തൊക്കെ രീതി കളർ ആണെങ്കിലും ക്യാപ്ചർ ഓരോ കളർ ഇല്ല പറഞ്ഞ പോലെ കളർ പാലറ്റുകൾക്ക് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ മരുഭൂമി വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മഞ്ഞത്ത് വരുമ്പോഴാണെങ്കിലും ആ പാലറ്റുകളെല്ലാം ഡിഫറെന്റ് ആയിരുന്നു. അത് മലയാളത്തിൽ വളരെ ചുരുക്കം പടങ്ങളിൽ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇത്ര ക്വാളിറ്റിയിലിട്ടും വന്നിട്ടുമില്ല. ഇത് നല്ല പക്ക ഒരു ജനറേഷൻ കഴിഞ്ഞാൽ മോഹൻലാലിനെ ഏറ്റവും മാസ് രീതിയിൽ അവതരിപ്പിക്കാൻ സത്യം പറഞ്ഞ ഒരു സംവിധായകനും ഒരു തിരക്കഥാകൃത്തിനും പറ്റിയിട്ടില്ല. എൻ്റെ ഒരു അറിവ് ഞാൻ വെച്ചാൽ നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് വരെ എനിക്കൊരു 6-ാം തമ്പുരാൻ, നരസിംഹം, അവിടെ കഴിഞ്ഞാൽ പിന്നൊരു മോഹൻലാൽ ഒരു മാസ് മോഹൻലാലിനെ നമ്മൾ മിസ് ചെയ്തായിരുന്നു. പലയിടത്തും ശ്രമിച്ചെങ്കിലും അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതിനെ ബി കൃഷ്ണനൊക്കെ കൊണ്ടുവന്ന് ഒരു തലിപ്പിലേക്ക് കളഞ്ഞു. അത് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജാണ് ലൂസിഫറിലൂടെ അത് കാണിച്ചു തന്നത് എങ്ങനെ ഇപ്പോഴത്തെ മോഹൻലാലിനെ യൂസ് ചെയ്യാം മാസ് രീതി. പക്ക ഒരു ഫാൻ ബോയ് പടമാണ് അത്. എങ്ങനെ മോഹൻലാലിനെ ആ ഒരു പഴയ ഇപ്പൊ ഒളിമ്പിനെന്താണ് യാദത്തിനകത്ത് കാല് പൊക്കി ചവിട്ടുന്ന പഴയ കുറെ പടങ്ങളിൽ അതെ അങ്ങനെ ഒരു ഷോട്ടുകളുണ്ട്. അത് കൊണ്ടുവരികയും മുണ്ടു മടക്കി കുത്തി അടി അതൊക്കെ എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ഐക്കോണിക് സാധനങ്ങൾ. അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തത് പൃഥ്വിരാജ്. അതൊന്നും അല്ല എമ്പുരാൻ. അതെ അതെ, മുണ്ടു മടക്കുന്ന മോഹൻലാലേ ഇല്ല. അതെ, അത് നമ്മൾ മിസ് ചെയ്യും. അതെ അതെ, അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മെയിനായിട്ട് ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും ഇപ്പൊ പല പല ടെറൈനിൽ പോയി എടുത്തിട്ടുണ്ട്. മോഹൻലാലിനെ യൂസ് ചെയ്ത രീതിയാണെങ്കിൽ കിടില. പിന്നെ പല പല ആക്ടേഴ്സ്, പല പല ലാംഗ്വേജ്. ഫസ്റ്റ് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഒരു 45-50 മിനിറ്റ്സ് കംപ്ലീറ്റ് ഹിന്ദിയാണ്. നോർത്ത് ഹിന്ദിയാണ്. ഒരു ബോളിവുഡ് സിനിമ ആണെന്ന ഫീൽ നമുക്കുണ്ടാവും. അതെ, ആ 50 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് രീതിയിൽ എടുത്തു വെച്ചേക്കുന്നത്, എന്ത് കിടിലായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. അത് വേറെ ലെവലായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു 50 മിനിറ്റ്സ് നമുക്ക് ആ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാകും. നമ്മള് മെന്റലി ആണെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന രീതിയിലാണ്. ഇവിടെ ഒരു മലയാളം സിനിമ നമ്മളൊരു ഹിന്ദി ഒരു ബോളിവുഡ് ടെറൈനിൽ കൊണ്ടുപോയി എടുത്തു കഴിഞ്ഞാൽ മലയാളം ഡയറക്ടർ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ലെവൽ വരും. ഇല്ല, ഒരു മലയാളം സിനിമ കാണുന്ന പോലെ എന്നാൽ എന്തായാലും ഹിന്ദി സംസാരിക്കുന്നുണ്ട്, എന്നാൽ ഒരു മലയാളം സിനിമ പോലെ. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു ബോളിവുഡ് ടെറൈനിൽ വന്ന് അതേപോലെ അവിടുത്തെ ആക്ടറും അവിടുത്തെ സംസാര രീതിയും എല്ലാം. അതെ, പക്ഷെ മലയാളികളെല്ലാം കാണുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞു ഇന്ത്യ ഒരു എങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും, പറയുന്ന മനസ്സിലാക്കുന്ന ആൾക്കാരെല്ലാം കാണുന്നു. അതുമല്ല, ഹിന്ദി ഉള്ള സ്ഥലങ്ങളിൽ മലയാളം സബ്ടൈറ്റിൽസ് ഉണ്ട്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ സമയം എടുക്കുന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ വായിക്കേണ്ടതാണെന്നില്ല. നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് തെലുങ്ക് പടമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഭാഷ അറിയാതെ, പക്ഷെ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. 50 മിനിറ്റ്സ് ഇവന്റ്സ് ആണ്, നടക്കുന്ന ഇവന്റ്സുകളാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ചില 1-2 ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ ഉള്ളത് പടത്തിലുള്ളത്. കുറച്ച് ഡയലോഗുകൾ, വളരെ ഒരു 10 ഡയലോഗ് ഉണ്ടായിരിക്കും മേ ബി. ആ ഡയലോഗുകളെല്ലാം തന്നെ മലയാളത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ആക്ഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും, കാര്യം കൺവേ ആവും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ മലയാളം സബ്ടൈറ്റിലുണ്ട്. നമുക്കത് അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ 50 മിനിറ്റ്സ് പറയുന്നത് നല്ല കിടിലമായിട്ട് പല പല കാലഘട്ടങ്ങളിലെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. 80s 90s ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, അങ്ങനെ പല പല സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ ഇതിലായിട്ട് പൃഥ്വിരാജ് നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അന്നത്തെ ടൈപ്പ് ഓഫ് രൂപങ്ങൾ, കോസ്റ്റ്യൂംസ് അങ്ങനെ എല്ലാം തന്നെ നോക്കി നല്ല സംസാര രീതി. അതെ അല്ലേ, അന്നത്തെ കുറെ പേരുകളൊക്കെ വിളിക്കുക, മാസി എന്നൊക്കെ വിളിക്കുന്നൊക്കെ, മാസി ആ ഒരു രീതിയൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ചേർന്ന രീതിയിലുള്ള ഒരു രീതിയൊക്കെ വിളി ഒക്കെ. പിന്നെ കുറെ വേർഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഈ സംഭാഷണം കിട്ടപ്പെട്ട ശരിക്കും ഒരു ബോളിവുഡ് സിനിമ കാണുന്ന രീതി. ഈ പൃഥ്വിരാജിനുണ്ടല്ലോ ഒരു ഭാഷാശുദ്ധി ഉണ്ടല്ലോ, ഭാഷയിലൊരു പിടുത്തമുണ്ട്. എനിക്ക് അതൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പുള്ളി കൂടെ എഴുത്താണെങ്കിലും അതനുസരിച്ച് വന്നിട്ടുണ്ട്, സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടെറൈനിൽ കാണിക്കുന്ന ക്യാരക്ടറുകളും
നല്ലതായിരുന്നു അല്ലേ? ബോളിവുഡ് ഈ നമ്മുടെ ഇവനുണ്ടല്ലോ സലാറിലെ ആ ചെക്കൻ പയ്യൻ, ചെക്കൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അറിയുന്ന സീൻസ് ആണെങ്കിലും ആ ഒരു ഇമോഷൻ കൊണ്ടുവരുന്ന എല്ലാം നല്ല നല്ല രീതിയിൽ കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന സീനുകളും. ശരി, പൃഥ്വിരാജ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞില്ല, അവനെ വേഗം ഉപയോഗിച്ച സലാറിൽ ഞാൻ എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞേ. അത് കറക്റ്റ് പൃഥ്വിരാജിന്റെ കൂട്ടുകാരി അത് പൃഥ്വിരാജ് നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സാധനം പൃഥ്വിരാജിന്റെ ബാക്ക് സ്റ്റോറി ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ഞാനിപ്പം പടം കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻസ് എനിക്ക് ഹൈ ആയിരുന്നു. പക്ഷെ എന്താ പറഞ്ഞത്, ഞാൻ പടം കാണുന്നതിന്റെ തലേന്ന് തന്നെ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ലൂസിഫർ ഒന്നും കൂടെ കണ്ടു, റീവാച്ച് ചെയ്തെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വാച്ച് ചെയ്തില്ല, കുറച്ചു നേരം കഴിഞ്ഞ് കണ്ടപ്പോൾ തന്നെ ആ പടത്തിന്റെ എന്താ പറയുക പഴയ ടോൺ ഇപ്പൊ നമ്മള് ലൂസിഫർ കിടിലായിരുന്നു മൈൻഡിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ റീവാച്ച് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്തായിരുന്നു ലൂസിഫർ എന്ന് ഓർമ്മ വരുന്നത്. അപ്പൊ ആ റീവാച്ച് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ട്രക്കാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിൽ നടക്കുന്ന പടമാണ്, എവിടാണ് നിന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരും. അപ്പൊ കുറച്ച് കണ്ടു കഴിയുമ്പോഴേ ഓക്കെ, രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് പറയുന്നത്, കേരളത്തിലെ രാഷ്ട്രീയത്തിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഏതൊരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് ഇതിനകത്ത് ഈ പടത്തിന് സംസാരിക്കാനായി. അപ്പം പൃഥ്വിരാജ് പറയുന്നുണ്ട് അത് ഇതിന്റെ ആവശ്യം, കേരളത്തിലെ രാഷ്ട്രീയമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ പൊളിറ്റിക്സ്. അതെ, ആ പൊളിറ്റിക്സിൽ പറയുന്ന സമയത്ത് ആ പാർട്ടിയെ കുറിച്ച് എനിക്ക് പറയേണ്ട ആവശ്യം വന്നില്ല. ഇനി ഏതെങ്കിലും ഒരു പടത്തിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടി പറയാൻ അവരുടെ കാര്യങ്ങൾ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് അതിനകത്തും കാണിച്ചത്. അപ്പം എനിക്കത് കണ്ടപ്പം കുറച്ച് ഓക്കെ, അപ്പം എക്സ്പെക്ടേഷൻ ഞാൻ കുറച്ച് അതായത് മാസ് മസാല, നമ്മൾ അതിന് മുമ്പ് വരെ മാസ് മസാല കിടിലുമായിരിക്കും, മറ്റേതായിരിക്കും, മറിച്ചാണ് അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അതിനു ശേഷം കുറച്ചും കൂടെ കണ്ടന്റ് ഓറിയന്റഡ് പടമായിരിക്കും എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വീണത്. അതിനുശേഷം ഞാൻ അതുപോലെ തന്നെ ഓഫീസ് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ കാണാൻ പോയത്. അതല്ലാതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്താ പറഞ്ഞ ക്യൂ നിന്ന് ഫാൻ ബോയ് പടം കാണുന്ന അല്ല, ഫാൻ ഷോ അല്ല ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രീതി നല്ല ക്വാളിറ്റി ഉള്ള ഡയറക്ഷൻ, ക്വാളിറ്റിയിൽ ഇത്ര ഒരു വിഷ്വൽ ബ്യൂട്ടി വേറൊരു പടത്തിനും ഈ ഒരു ലെവലിൽ ഈ ഒരു ടൈപ്പ് ഓഫ് വിഷ്വൽ ബ്യൂട്ടി തന്നിട്ടില്ല വേറൊരു പടം. അതെ, അത്രയും നല്ല വൃത്തിയായിട്ട് പൃഥ്വിരാജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നമ്മൾ എംപുരാനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. അപ്പം ചർച്ച ചെയ്യുമ്പോഴും കൂടുതൽ റിവീൽ ചെയ്യപ്പെടും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമുക്കിത് റീവാച്ച് ചെയ്യുമ്പോഴായിരിക്കും ഓക്കെ ഇങ്ങനാണോ. ലൂസിഫറിൽ സെയിം സാധനത്തിനാണ് സംഭവിച്ചത്. ലൂസിഫറിൽ ഇതെല്ലാം കെട്ടടങ്ങി കഴിഞ്ഞിട്ടോ വീണ്ടും ചർച്ചകളിലൂടെ ഇതൊക്കെയായിരുന്നു നമ്മൾ കോൺസ്പിറസി തിയറികളിലോട്ടൊക്കെ സഞ്ചരിച്ചതും ഒക്കെ ലൂസിഫറിന് ശേഷമാണ്. ആ സമയത്ത് അത് വലിയ ഇതായില്ല. പിന്നീടല്ലേ എൻ്റെ കാർഡ് വരെ നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കാൻ ചർച്ചയായിരുന്നു. ഇനിയിപ്പം അത് കഴിഞ്ഞ് ഉണ്ടാവും. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പൃഥ്വിരാജാണ്, ഡയറക്ഷൻ പൃഥ്വിരാജ്. പിന്നെ മോഹൻലാലിനെ ഉപയോഗിച്ച രീതി അത് പൃഥ്വിരാജിനെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല വൃത്തിയായിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റ് ഉണ്ട്, അടിപൊളിയായിട്ട് എൻ്റെ രോമാഞ്ചം. അവിടാണ് സത്യം പറഞ്ഞാൽ മോഹൻലാൽ ടോപ്പിലെത്തിയത്. അതെ, രോമാഞ്ചം വന്നൊരു സീനാണ്. രോമാഞ്ചം ലിറ്ററലി എന്ന് വെച്ചാൽ BGM എനിക്ക് ആ ടൈമിൽ ചിലർക്ക് ഒരു രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും എനിക്ക് ആ ടൈമിൽ ആ BGM വന്നപ്പോഴാണ് കിടിലായിട്ടില്ല ആ ഒരു ഇതൊന്നും. ഞങ്ങളൊരു 5-6 പേര് ഒരുമിച്ചാണ് പോയത്. ഞങ്ങളൊരു വൈബിലാണ് പോയത്. ആ വൈബിൽ ഇരുന്ന് കാണുമ്പോൾ നല്ല ഓഡിയൻസ് ആയിരുന്നു, കിടില ഓഡിയൻസും ആയിരുന്നു. അവരാ തുടക്കത്തിലെ കൈയടിയും കാര്യങ്ങളും എല്ലാം വന്ന് അവസാനം നമ്മളും അതിന്റെ കൂട്ടത്തിൽ കൂടി അത് ഭയങ്കര എല്ലാവരും കൈയടിച്ച് ആഘോഷിച്ച് മോഹൻലാലിനെ സീനിൽ കാണിക്കുന്ന സമയത്ത് തന്നെ കൈയടിയും ആഘോഷമായിട്ടായിരുന്നു പടം കണ്ടത്. അടിപൊളിയായിട്ട് ഇറങ്ങി നല്ലൊരു പടം കണ്ടിട്ട്. പിന്നെ ഈ ലൂസിഫർ ഉണ്ടായിരുന്നപ്പം അവസാനം ഖുറേഷി എന്നുള്ള ആ റിവീലിന്റെ ആ ഒരു ഹൈ ഇതിനകത്ത് ചിലപ്പം കിട്ടണമെന്നില്ല. അതല്ല പടം അല്ല, അത് നമ്മൾ അതന്നെ ഖുറേഷി നിർത്തി ആ ഖുറേഷിയെ തന്നെയാണ് നമ്മൾ അടുത്തതിനകത്ത് കാണാൻ പോകുന്നത്. ആ പുള്ളിയാണ് നമ്മൾ ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്, അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പോകുന്നത്. അതെ, അപ്പൊ ആ ഒരു മനസ്സിൽ അത് വെച്ചിട്ട് വേണം പോകുന്നത്. ഖുറേഷിയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ഖുറേഷിയുടെ പരത്തലങ്ങൾ. അതെ, ഖുറേഷി എന്താന്നൊക്കെയുള്ള ലെവലിലാണ് ബാക്കിയുള്ള വേറെ അതിന്റെ ഖുറേഷിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെയും ഖുറേഷിയുടെ ലോകത്തുള്ള ആൾക്കാരുടെയും എനിമീസ് ഇവരുടെയൊക്കെ സ്റ്റോറീസ് ആണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആ ഖുറേഷി എങ്ങനെ കാണിക്കണോ, ആ എവിടൊക്കെ മാസം കൊണ്ടുവരാമോ അവിടെ എല്ലാം ഗംഭീര മാസം കൊണ്ടുവന്നിട്ടുണ്ട്. മോഹൻലാലിനെ എനിക്ക് തോന്നുന്നു മോഹൻലാലിന് ഒരു
5-6 ഇൻട്രോ കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സീന് കാണിച്ചാലും ഒരു ഇൻട്രോ ലെവൽ സീനാ മോഹൻലാലിനെ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഓരോ സീനിലും ഒരു വാർ സീൻ പോലെ സ്ഥലത്ത് വരുന്നതും മോഹൻലാലിന്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്, മറ്റേത് ചോപ്പറിൽ നിന്ന് ഇറങ്ങി വരുന്നത്, എല്ലാത്തിനകത്തും ഓരോ ലെവലിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ വരുന്ന അതെ, അങ്ങനെ ഓരോ എല്ലാ സീൻസും നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്തേക്കുന്നത്. ഡയറക്ഷൻ ആയാലും നോക്കുകയാണെങ്കിൽ മോഹൻലാലിന് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിന് ലൂസിഫറിലെ മോഹൻലാൽ അല്ല ഇത്. അതെ അതെ, നമുക്ക് ആ ടൈം ലൈനും മാറിയിട്ടുണ്ട്. ടൈം ലൈൻ പഴയ ടൈം ലൈൻ അല്ല ഇപ്പോഴത്തെ ടൈം. അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞ് ആ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് 6 വർഷമായല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ട്. പിന്നെ രൂപത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. അതെ, രൂപത്തിലും വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസ് മൊമെന്റുകളുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പടത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് സ്പോയിലറാണ്. ഈ മാത്രം ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി പറയാൻ ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് സ്പോയിലർ നമുക്ക് റിവ്യൂ പോലെ ഒരു സംഭവമാണ്. ബാക്കിയുള്ള സ്പോയിലർ ഐറ്റംസ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വേറൊരു വീഡിയോയിലിടും. ഇതില് നമുക്ക് കാണാത്തവർ തീർച്ചയായിട്ടും പടം പോയി കാണണം. കാരണം ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമാസ്കോപ്പ് രീതിയിലാണത്. കുറച്ച് ലെങ്ത് വിട്ടുകൂടിയ രീതിയിലാണത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഫോർമാറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം കുറച്ച് വൈഡായിട്ടുള്ള വിഷ്വൽസ് ആണ്. അപ്പം സിനിമാസ്കോപ്പായിട്ടുള്ള തിയേറ്ററുകളിൽ പോയി കാണാൻ ശ്രമിക്കുക. നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ BGM ആക്ച്വലി ഞാൻ അധികം അങ്ങോട്ട് എനിക്ക് BGM ഓക്കെയാണ്. എനിക്ക് നല്ല BGM ആയിട്ട് ഒരു ക്ലാസ് BGM ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ കൊടുത്തിരിക്കുന്ന BGMs എല്ലാം തന്നെ ക്ലാസ് BGM ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എനിക്ക് കൂടുതൽ അതിനകത്തൊക്കെ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ BGM എനിക്ക് അത്രയും അങ്ങോട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. ഞാൻ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. BGMലൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ദീപക് ദേവ് നല്ല ക്ലാസ് ആയിട്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ഓർഡിനറി സംഭവം എന്ന് പറയാൻ വന്നില്ലെങ്കിലും സിനിമയ്ക്ക് എന്ത് BGM വേണ്ടതെന്ന് വെച്ചാൽ അത് പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട്. പലർക്കും പല അഭിപ്രായം കാണും. ഇപ്പൊ തന്നെ ഉണ്ട് പല അഭിപ്രായം വന്നിട്ടുണ്ട് BGMനെ കുറിച്ച്. പക്ഷെ എമ്പുരാന് വേണ്ട BGM അത് അവിടെ കറക്റ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ അവൻ നമ്മുടെ രജനികാന്തിന്റെ പടം ഉണ്ടായിരുന്നു ജയിലറിന്റെ ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ജയിലർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സാധാരണ കുടുംബ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ഈ പുള്ളിക്കാരൻ സാധാരണക്കാരനല്ല എന്ന് പറയുമ്പോഴാണ് ആ BGM കയറി വരുന്നത്. ആ കൾച്ചറിൽ നിൽക്കുന്ന BGM ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല. ഒരു ഇന്റർനാഷണൽ ലെവലിൽ പ്ലോട്ടിൽ പറയുന്ന ഒരു കഥയെന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്ലോട്ടാണ്. ഓക്കെ, ആ പ്ലോട്ടിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന BGMസും ഇൻസ്ട്രുമെന്റ്സും ഡിഫറെൻ്റ് ആണ്. അപ്പം അതൊരു ക്ലാസ് രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന BGMs എല്ലാം ഒരു ക്ലാസ് സാധനങ്ങളാണ്. അത് ഈ പറഞ്ഞ പോലെ വലിയ ഹൈപ്പ് കയറ്റിയുള്ള സാധനങ്ങളോ അത് അങ്ങനെയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്ലാസ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ BGM എന്റെ കൂടെ പോരാ അങ്ങനെ നമ്മള് അതിന്റെ ഒരു നമ്മുടെ റിംഗ് ടോണിലും അതും ഇതൊക്കെ വരാറുണ്ട്. ഇത് അങ്ങനെ ഒരു സാധനമല്ല. ആ ഒരു സീനിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള BGM ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ല കിടിലായിട്ട്. ഡയറക്ഷൻ കഴിഞ്ഞ ഏറ്റവും പോസിറ്റീവ് എടുത്ത് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി എനിക്ക് തോന്നുന്നു. ആ ഫ്രെയിം വെച്ചേക്കുന്നില്ല നമ്മുടെ LJPയുടെ പടം പറയുന്ന പോലെ ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അതൊരു വാൾട്ടർ. അടിപൊളി ഫ്രെയിംസ് ആണ്. അത് ഓരോ ടെറൈനിലും ആ ക്യാമറയുടെ ആംഗിളുകളും ഒക്കെ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് നിൽക്കുന്ന അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത് അത്രയ്ക്ക് ഭീകരമായ സംഭവങ്ങളാണ്. 2 ചോപ്പറൊക്കെ വന്ന് നിന്ന് ഒരൊറ്റ ഫ്രെയിമിനകത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ. അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സിനിമ ഈ ഫോർമാറ്റ് യൂസ് ചെയ്തത്, അനമോർഫിക് ഫോർമാറ്റ്. അപ്പോ അത് നല്ല വൈഡില് നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഇത് ചില പോയിന്റൊക്കെ നമുക്ക് തോന്നി ഇത് മലയാളം പടം തന്നെ ആണോ, ആ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ തൊട്ടടുത്തിരുന്നവനാണെങ്കിൽ ഹോളിവുഡ് പടങ്ങൾ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നു. അപ്പൊ അവന് ഓരോ സീൻ കാണുമ്പോഴും ഇത് പടം മറ്റേ പടത്തില് ഒരു സീനിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പൊ ലേറ്റസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടല്ലോ, നമ്മുടെ റെഡ് ഹൾക്കും നമ്മുടെ ഫാൽക്കണും പുതിയത്. അതെ, അവർ തമ്മിലുള്ള ക്ലൈമാക്സ് ആയിട്ട് നടക്കുന്ന ഒരു സീൻ വെച്ചിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസ് ആണ്. അപ്പൊ അത് നമ്മള് കാണാത്തവർക്ക് അല്ല, സീൻ കാണാത്തവർക്ക് അറിയത്തില്ല ഇത് ഏത്, ആ പടം കാണാത്തവർക്കോ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ അറിയാത്തവർക്ക് അറിയത്തില്ല. പക്ഷെ ഈ നമ്മൾ കാണുമ്പോ ഇത് അവിടെ പോയി ഷൂട്ട് ചെയ്തു എന്നുള്ളൊരു ഫീലായിരുന്നു. അവിടെ പോയിട്ട് സ്റ്റോപ്പർ കാണിച്ചിട്ട് അവിടെ സ്റ്റോപ്പർ സഹിതമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ എങ്ങനെ അനുമതി മേടിച്ചെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് ദൈവത്തിന് അറിയുള്ളൂ. അത് പൃഥ്വിരാജ് ആണ്ടായിരിക്കാൻ നടക്കുന്നത്. വേറൊരു ഡയറക്ടർ പോയി ഇതുപോലെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് പൃഥ്വിരാജ് അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അതെ. അങ്ങനെ പല സീനുകളും നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, അല്ല ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എവിടൊക്കെയാണ് ഷൂട്ട് ചെയ്തെന്നുള്ളത് ഭാവിയിൽ അറിയാം. അതെ. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇനി പറയാനുള്ളത് ക്യാരക്ടേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ക്യാരക്ടറൈസേഷൻ ഒക്കെ. ക്യാരക്ടറൈസേഷൻ എനിക്ക് എന്തായാലും നമ്മള് സ്റ്റീഫനും ഖുറേഷിയും പൃഥ്വിരാജിന്റെയും ക്യാരക്ടർ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രിയദർശിനിയും ചതിൻ രാംദാസും ആയിരിക്കും. രണ്ടുപേർക്കും മികച്ച പ്ലോട്ടാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് രണ്ട് ക്യാരക്ടർ നമുക്ക് അത് കാണാൻ പറ്റും. ആദ്യത്തെ ക്യാരക്ടറിനെ മാറി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ പോലെ. പ്രിയദർശിനിയാണ് കളിക്കുന്നത്. അതൊരു ക്യാരക്ടർ ആർക്കുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അതായത് ഒരാൾ ഇങ്ങനെ ആയിരുന്നു അവരുടെ സ്വഭാവം, അത് ഇങ്ങനെ തിരിയുന്നു, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോ അവരെങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് കയറി വരുന്നു. ആ ഒരു ക്യാരക്ടർ ആക്ക് അടിപൊളിയായിരുന്നു. അത് ഓരോ പ്രസംഗമാണെങ്കിലും ആഫ്റ്റർ എനിക്ക് തോന്നുന്നു മഞ്ജുവാരുടെ തിരിച്ചുവരവില് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ് എനിക്ക് പ്രിയദർശിനി. എമ്പുരാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല അത് വെച്ചാൽ നമ്മൾ പറയുന്നത് മോഹൻലാലിന് വേണ്ടി മാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പടമല്ല. ഈ സകല ക്യാരക്ടേഴ്സിനും മാസ് വേണം അല്ലേ, അവർക്കെല്ലാം ഒരു മാസ് ഒരു ഇൻട്രോ പോലത്തെ സാധനങ്ങളുണ്ട്. എല്ലാവരും ഇതിനകത്ത് ഹീറോ ആയ എല്ലാവരുടെയും സ്റ്റോറി. അല്ലാതെ ഇവരെനിക്ക് പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൂസിഫറിന് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ ഒരു കഥ, അതിനുശേഷം അത് സ്കെയില് വലുതായി, സ്കെയിൽ ഇപ്പം ഇന്റർനാഷണലായി. ഇപ്പം എമ്പുരാൻ ബാക്കിയുള്ളവരുടെ ഈ ഇതില് ഖുറേഷിയുടെ മാത്രമല്ല, ഖുറേഷിയുടെ കഥ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പം അത് ബാക്കി അതിനെ കുറിച്ച് പ്ലോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവരുടെയും കഥ പറയണം. അതെ, ബാക്കിയുള്ളവരുടെ ചുറ്റുമുള്ളവരുടെ കഥയും കൂടെ പറയേണ്ടതല്ലോ. മറ്റേത് കഥയല്ലായിരുന്നല്ലോ, പൊളിറ്റിക്സ് ആയിരുന്നു. ആ ഫാമിലി ഇഷ്യൂ പൊളിറ്റിക്സ് അതായിരുന്നു. ഇത് കേരളത്തിൽ ഒതുങ്ങി. അതെ, കേരളത്തിൽ ഒതുങ്ങി. പിന്നാണ് നമ്മൾ പറയുന്നത് ഇത് കേരളം അല്ല, ഇതിന്റെ സ്ഥലം വെളിയിലാണെന്നുള്ളത്. അത് നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം കണ്ട് ഒരു നല്ല സാറ്റിസ്ഫൈ ആയിട്ടായിട്ട് ഞാൻ പുറത്തിറക്കിയത്. പിന്നെ പല ചിലവര് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചു വിടുന്നുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ പറ്റിയ ഒരു അമിത പ്രതീക്ഷ വെച്ച് പോകുന്നവരായിരിക്കും ഇതിന് നെഗറ്റീവ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് പറഞ്ഞ പോലെ സമയം മെനക്കെടുത്തി ഫാൻ ഷോ ഒക്കെ വെച്ച് പോയി കാണുന്നത് അത്രയും പ്രതീക്ഷ വെച്ച് 6 മണിക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് പോയി കണ്ടത് ദൂരെ ഒരു സ്ഥലത്താണ്, ദൂരെ ഒരു തിയേറ്ററിൽ, വലിയൊരു തിയേറ്ററിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കാണണമെന്ന് പറഞ്ഞിട്ട് 6 മണിക്കത്തെ ഷോയ്ക്ക് 3:30 എഴുന്നേറ്റ് പോയത്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അത്രയും അമിത പ്രതീക്ഷ വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഡിസപ്പോയിന്റ് ആവും, ചിലപ്പം അത്രയും സാറ്റിസ്ഫൈ ആവണമെന്നില്ല. ഡിസപ്പോയിന്റ് ആവുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് ഡിസപ്പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കുന്നു ലൂസിഫറിന്റെ മുകളിൽ നിൽക്കുന്ന സിനിമ അങ്ങനെ അവിടെ തീർന്നിട്ട് ഇനി നമ്മൾ അതിന്റെ വലിയ വലിയ കാണാൻ പോകുന്ന വിചാരിക്കും. പക്ഷെ അതല്ല, നമ്മൾ ആ ലെവലിൽ തന്നെ ചിന്തിച്ചാൽ നമുക്ക് അടിപൊളി സാധനം കിട്ടും. ആ ലെവലിൽ ചിന്തിക്കണം, മുകളിലോട്ട് പോയി. നല്ലൊരു സിനിമയാണ്. അപ്പൊ എല്ലാ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പിന്നെ ആക്ഷൻ പറഞ്ഞില്ല. ആക്ഷൻ നല്ല വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ ആക്ഷൻ 2 ആക്ഷൻ ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ, 2 ആക്ഷൻ, അതിൽ കൂടുതലില്ല. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ല 2 അല്ല 3 സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു. ആക്ഷന്റെ കൂട്ടത്തിൽ അതൊരു ഒരു കൊറിയോഗ്രാഫി വേണ്ട ഒരു സാധനമാണ്. അത് നല്ല അടിപൊളിയായിട്ടാണ്. അത് നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഖുറേഷി ഉപയോഗിക്കുന്ന കുറെ തോക്കും സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവന്നു, തോക്കിന് ഒരു ഐഡന്റിറ്റി. ഖുറേഷി അബ്രാമിനൊക്കെ പക്ഷെ അത് ആ തോക്ക് ഉപയോഗിക്കുന്ന രീതിയൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. സാധാരണ മോഹൻലാല് പഴയ സിനിമകളിൽ എടുത്താൽ മതി, രാവണപ്രഭു പോലുള്ള തോക്ക് ഉപയോഗിക്കുന്ന സീൻ എടുത്താൽ മോഹൻലാൽ തോക്കെടുത്ത് കൈവച്ചിട്ട് വെടിവെക്കാൻ കണ്ണുടേ
പക്ഷെ ഇത് നല്ല സ്റ്റൈലായിട്ട് വെടിവെക്കണൊക്കെ അടിപൊളിയായിട്ട്. പിന്നെ ആക്ഷൻ സീനുകളിൽ എനിക്ക് തോന്നുന്നു ആ ജംഗിൾ ഫൈറ്റ്, അതാണ് ഫൈറ്റ് സൂപ്പർ ആയിട്ടുണ്ട്. ലിറ്ററലി രോമാഞ്ചം വന്നു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് ഒറ്റയ്ക്ക് നമ്മൾ അന്ന് കടവുളെ പോലെ കണ്ടു തന്നെ ഇവിടെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് നല്ലൊരു പടമാണ്. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന തിയേറ്ററിൽ കാണേണ്ട പടമാണ്. അല്ലാതെ ചെറിയൊരു മൊബൈലിൽ കണ്ടിട്ട് സംസാരിക്കുന്ന പടമല്ല, തിയേറ്ററിൽ തന്നെ പോയി കണ്ട്. പിന്നെ ഇതൊക്കെ വിജയിപ്പിക്കേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിജയിപ്പിക്കേണ്ട മലയാളികളുടെ കൂടെ ആവശ്യമാണ്. വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ പടം വന്നത് വിജയിച്ചു കഴിഞ്ഞാൽ പുതിയ 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 സംഭവങ്ങളും ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള സാധനം വരും. നമ്മള് തമിഴിന്റെയും ബോളിവുഡിന്റെയും കണ്ട് മറക്കേണ്ട ആൾക്കാരല്ല, മലയാളത്തിൽ നിന്ന് ഗംഭീര സാധനങ്ങൾ നമുക്ക് വരണം. അത് ഇത് വിജയിച്ചാലേ ഉണ്ടാകത്തുള്ളൂ. ഉണ്ടാക്കുള്ള ആൾക്കാരുണ്ട്, ആളുണ്ട്. അതല്ലേ പറഞ്ഞ ഏറാമനെ നമ്മൾ ആഘോഷിച്ച്. ഏറാമനെ അടുത്ത ഭാഗം പറഞ്ഞെങ്കിൽ ഈ എമ്പുരാന്റെ ഹിറ്റ് കൂടിയാലേ അതിന്റെ കുറച്ചും കൂടെ പൈസ ഇറക്കി അവർക്ക് ഭയങ്കര സംഭവം ഇറക്കാൻ പറ്റുള്ളൂ. അത് എന്നെ പറഞ്ഞാല് പൃഥ്വിരാജ് എന്നാന്ന് ഒരു ഇന്റർവ്യൂല് പറഞ്ഞത്, രാജമൗലി പറഞ്ഞില്ലേ, ഒരു തീപ്പൊരി മതി, എല്ലാ സാധനങ്ങളും ഉണ്ട്. തീപ്പൊരി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയറി കത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ. അതുപോലെ കത്തുന്നുണ്ട് ബോക്സ് ഓഫീസിൽ. ഇപ്പം തന്നെ എത്ര കോടി? 100 കോടി. 2 ദിവസം കൊണ്ട് 100 കോടി മേടിക്കുന്ന ആദ്യത്തെ പടം. അതാലോചിക്കുക, ആദ്യത്തെ 100 കോടി മേടിച്ച് ഏറ്റവും വേഗത്തിൽ 100 കോടി മേടിക്കുന്ന ആളുമായി മോഹൻലാലിനോടുള്ള മലയാളികളുടെ സ്നേഹമാണ്. സത്യം, അത് കറക്റ്റ്. അല്ല വേറൊരു നടന ഇതുപോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫാമിലി ആയിട്ട് മോഹൻലാലിന്റെ ഒരു പടം നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ. അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനോടുള്ള സ്നേഹം. അത് പുള്ളിക്കാരെ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയൊന്നുമല്ല, പണ്ട് തൊട്ടേ കണ്ടിന്യൂസ് ഹിറ്റും മലയാളികളുടെ നെക്സ്റ്റ് ഡോർ ബോയ് ഒരു ഫേസും ആ ഒരു രീതിയിലുള്ള കഥകളും കൊണ്ടുവന്നിട്ട് പുള്ളി തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റാർഡമാണ്. അത് അങ്ങനത്തെ ഒരു സ്റ്റാർഡമാണ്. അത് എല്ലാവർക്കും ഇഷ്ടത്തിൽ പുതിയ സ്റ്റാറാണ്. അതല്ലാതെ എന്താ പറഞ്ഞ, അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇതാവും പോസിറ്റീവ് പറയുന്നത്. അതെ, ഒരു പടം വന്ന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. പക്ഷെ ഒരു ഈ പറഞ്ഞ നെഗറ്റീവ്, ഇപ്പൊ കുറച്ച് പടങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് വന്നതിലൊരു വിഷമമുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് നെഗറ്റീവേ ആണല്ലോ, പക്ഷെ അത് വലിയ നെഗറ്റീവായി മാറി. കാരണം വെച്ചാൽ അത് ഈ സ്നേഹം കൊണ്ടാണ്. അതെ, മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീക്ഷ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ അടുത്ത പടം വരുന്നത് തുടരും. അതിലും ട്രെയിലർ വിജയിച്ചായി. എനിക്ക് ഭയങ്കര പടമായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലീസിന് മിക്കാറും ഫാമിലി കൊണ്ട് നിറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് മോഹൻലാൽ ശോഭന അത് തന്നെ ഇതാണ്. പിന്നെ തരുൺമൂർത്തിയുടെ പടം. പിന്നെ അതല്ല, എനിക്ക് അതിനകത്ത് ട്രെയിലർ റിലീസ് ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണിന്റെ താഴെ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി മറ്റേ ഒടിയന് വേണ്ടി ചെയ്തതിന് ശേഷം ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഈ കണ്ണിന്റെ താഴെ മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉള്ളത് കല്ലിന് താഴെ ഇവിടെയാണ്. അതിനകത്ത് കുറെയൊക്കെ ഇപ്പം പല പടങ്ങളും ക്ലിയർ ആയി വരുന്നുണ്ട്. പിന്നെ ഈ കണ്ണിന്റെ താഴെ ഭയങ്കര ഇമോഷൻസ് അനങ്ങുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് ഈ പടത്തിനകത്ത് ഒരു ഷോട്ട് പുള്ളി തിരിച്ചു വന്നു. അതൊന്നും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്ക് കൊടുക്കാത്തോണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഷൂട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി മുമ്പ് ഒരു ഏതെങ്കിലും ഒരു പടത്തിനകത്ത് വന്നിട്ടില്ല. എനിക്ക് ആ ഒരു കണ്ടപ്പോ എല്ലാരും പറഞ്ഞത് ഭ്രമരം എന്നുള്ള ഒരു കമ്പാരിസൺ. പക്ഷെ എനിക്ക് വടക്കുന്നതിനകത്ത് ഇതേപോലെ എനിക്കൊന്ന് മുഖം കഴിയിട്ട് കണ്ടങ്ങനെ ഒരു സ്ക്രീനോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, ഇങ്ങനെ താഴേക്കുള്ള ഷോട്ടിൽ ഇവിടെ നിന്നുള്ള ഷോട്ട് അതിനകത്തുണ്ട്. അത് അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഒരു സമയത്തുള്ള ഒരു ഇമേജാണ് എൻ്റെ മനസ്സിലേക്ക് റൈറ്റ് അവേ വന്നത്. തുടരുമല്ല മറ്റേ ഭ്രമരമല്ല വന്നത്. എനിക്ക് ഈ പെട്ടെന്ന് മറ്റേത് ഓർമ്മ വന്നു. അത് ആ സമയത്ത് ഭ്രമരത്തിന്റെ അത്രയും വണ്ണമില്ലായിരുന്നു മോഹൻലാലിന് വടക്കുന്നാഥൻ ചെയ്ത സമയത്ത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് തമ്മിൽ ഇപ്പം വണ്ണമില്ലല്ലോ. അപ്പൊ അങ്ങനെ അതും ഒരു വലിയൊരു ഹിറ്റ് ആവുമെന്നാണ് എന്റെ പ്രതീക്ഷ. അത് കാണും എനിക്ക് അഭിനയ മുഹൂർത്തമുള്ള ഒരു മോഹൻലാൽ പടം. ഇനി അങ്ങോട്ട് ഏതെങ്കിലും ഒരു കിട്ടിയാൽ മതി. പിന്നെ തുടരെ വന്നോളൂ. ഇനി നല്ല സബ്ജക്റ്റുകൾ വരും എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഇനി ഉള്ളതെല്ലാം കിട്ടുന്ന സാധനങ്ങളാണ് ഇനി വരാനുള്ള സാധനങ്ങൾ. അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട സാധനങ്ങൾ വരുത്തില്ല. പിന്നെ ഇത് നല്ല പടമാണ്, എല്ലാരും പോയി കാണുക. എനിക്ക് വരാറുണ്ട്, അതും കൂടെ അറിയണമെങ്കിൽ എനിക്ക് കണ്ടേ പറ്റും.
അപ്പോൾ അങ്ങനെയാണ്, ഗംഭീര പടമാണ്, നിങ്ങൾ മസ്റ്റ് വാച്ച് തിയേറ്റർ. അതെ, തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഫാമിലിയോടൊപ്പം പോയി കാണുക, എല്ലാവരും കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല കിടിലൊരു ഒരു പടമാണ്. ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിൽ മറ്റേ എല്ലാം പറഞ്ഞ പോലെ ഇൻട്രോയിലാകുമ്പോഴത്തേക്ക് സകല രാജ്യങ്ങളും ചുറ്റി തിരിച്ച് കേരളത്തിൽ എവിടെല്ല കാണിച്ചിരിക്കുന്നത്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.